നമസ്കാരം. 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള കാലം. ആ സമയത്ത് ഇപ്പോൾ എം പി ആയിരിക്കുന്ന സുരേഷ് ഗോപി, അന്ന് അദ്ദേഹം എം പി അല്ല, പക്ഷേ തൃശ്ശൂരിൽ മത്സരിക്കുന്നത് അദ്ദേഹമാണ് എന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായ സമയം അദ്ദേഹം തൃശ്ശൂരിലെ ഒരു മാതാവിൻ്റെ പള്ളിയിൽ നേർച്ചയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു കിരീടം, ഒരു സ്വർണ്ണ കിരീടം അദ്ദേഹം നൽകുന്നു. തുടർന്ന് അത് വലിയ വാർത്തയൊക്കെ ആവുന്നു. പിന്നീട് ആ പള്ളിയിലുള്ള ആരൊക്കെയോ, അതായത് ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ ആരൊക്കെയോ ചേർന്ന് ഈ സ്വർണ്ണ കിരീടം ഇതിൻ്റെ മാറ്റ് വരച്ച് നോക്കാനായിട്ട് പുറത്തു പോകുന്നു. പിന്നീട് വാർത്ത വരുന്നു, അത് സ്വർണ്ണം പൂശിയതാണ്, ചെമ്പാണ്. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകളും വിവാദവും ഒക്കെ പുറത്തേക്ക് വരുന്നു. കമ്മികൾ അത് ഏറ്റുപിടിക്കുന്നു. സുരേഷ് ഗോപിക്ക് ചെമ്പ് ഗോപി എന്നൊരു പേരൊക്കെ നൽകുന്നു. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ മുന്നിൽ അത് ഏത് ദൈവമാണെങ്കിലും 1 രൂപയാണെങ്കിലും 1 ലക്ഷം ആണെങ്കിലും 1 കോടി ആണെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ അത് തുല്യമാണ്. അല്ലാതെ അവിടെ ദൈവം കൈകാര്യം ചെയ്യുന്ന പണമോ സ്വർണ്ണമോ ഒന്നും നമ്മുടെ ഇവിടുത്തെ വിനിമയ സംഗതികളല്ല എന്ന് അങ്ങനെയാണല്ലോ വിശ്വാസം. സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പണം ചിലവാക്കിയാണ് അത് കൊടുത്തത്. അതിനി ചെമ്പാണെങ്കിൽ എന്താ, പിച്ചളയാണെങ്കിൽ എന്താ, വെള്ളിയാണെങ്കിൽ എന്താ, സ്വർണ്ണമാണെങ്കിൽ എന്താ, അതൊരു നേർച്ചയാണ്. അദ്ദേഹം പറയുകയും ചെയ്തു, അദ്ദേഹം എത്രയോ പവൻ സ്വർണ്ണം ഇങ്ങനെ കൊടുത്തിട്ടു, അത് അതിന് പുറത്ത് പാളിയായിട്ട് പൂശുകയോ മറ്റോ ചെയ്ത് എന്ന് പറയും. അങ്ങനെ കൊടുക്കാൻ പറ്റൂ. അല്ലാതെ ഒരു സ്വർണ്ണ കിരീടമൊക്കെ 1-2 കിലോ വെയിറ്റുള്ള സ്വർണ്ണ കിരീടമൊക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പോഴത്തെയും അന്നത്തെയൊക്കെ സ്വർണ്ണ വിലയ്ക്ക് എത്ര രൂപ വേണം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൊതുവെ സ്വർണ്ണ കൊടിമരം എന്നൊക്കെ പറയുമ്പോൾ ആ സ്വർണ്ണ കൊടിമരത്തിൻ്റെ മൊത്തം തൂക്കത്തിൽ സ്വർണ്ണമല്ല, അത് പൂശുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് പറയുന്നത് സ്വർണ്ണ കൊടിമരം എന്നാണ്. അതിനർത്ഥം അത് മുഴുവനായിട്ട് സ്വർണ്ണമാണെന്നല്ല. ഇങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപി കൊടുത്തത്. പക്ഷേ ആ മനുഷ്യന് തിരിച്ചു കിട്ടിയ കൂലി ചെമ്പ് ഗോപി എന്ന പേരാണ്. അത് ഏറ്റവും കൂടുതൽ പാട് നടന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ആസനത്തിൽ ഇപ്പോൾ ഇതാ മറ്റൊരു ചെമ്പ് പാളി തറച്ച് കയറിയിരിക്കുകയാണ് ശബരിമലയിലെ. അവിടെ 1999 ദ്വാരപാലക പാളികളുണ്ടായിരുന്നു അതിൻ്റെ വാതിലിൻ്റെ. അവിടെ ഈ UB ഗ്രൂപ്പ്, അതായത് വിജയ മല്യയുടെ ഗ്രൂപ്പ് കൊടുത്ത ഏതാണ്ട് 5 കിലോ 6 കിലോ സ്വർണം എന്നൊക്കെ പറയുന്നു. എത്ര കോടി രൂപയുടെ മുതലാണെന്ന് ആലോചിച്ച് നോക്കുക. ആ സ്വർണ്ണ പാളിയായിരുന്നു അതിൻ്റെ പുറമേ ഉണ്ടായിരുന്നത്. അത് പിന്നീട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. 2019 ആകുമ്പോഴേക്കും അത് സ്വർണ്ണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നു. സ്വർണ്ണപ്പാളി പിന്നെ എന്തിനാണ് സ്വർണ്ണം പൂശുന്നത്? അപ്പോൾ അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കളവ് പോയിരിക്കുന്നു. പകരം ചെമ്പിൽ ഇവർ സ്വർണ്ണം പൂശി വീണ്ടും പഴയതുപോലെ ആക്കാൻ ശ്രമിച്ചു. അതിപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതിനെപ്പറ്റി ഉള്ള കോലാഹലങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ അണ്ണാക്കിൽ പിരിവെട്ടി കണക്ക് മിണ്ടാതിരിക്കുകയാണ്. അവരുടെ ഈ വക്താക്കളും മറ്റും ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ബബ്ബ അടിക്ക് വെള്ളം കുടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം പോലും തികഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. ഒരു മനുഷ്യനെ അകാരണമായിട്ട് ചെമ്പ് ഗോപി എന്ന് വിളിച്ച് കളിയാക്കിയ കൂട്ടർ ഇന്നിപ്പോൾ ശബരിമലയിലെ സ്വർണ്ണം അടിച്ചു മാറ്റിയതിൻ്റെ, അതായത് അവർക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. കാരണം ദേവസ്വം മന്ത്രിക്ക് തീർച്ചയായിട്ടും അതിനകത്ത് പങ്ക് കാണും. അല്ലെങ്കിൽ ഏത് കാലത്താണെന്ന് നടന്ന ആ സമയത്ത് ദേവസ്വം മന്ത്രി എന്നും അറിയാതെ ഈ സംഗതി നടക്കില്ല. ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡ്, തന്ത്രി, ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും കൂടിയാണ് ഈ തെമ്മാടിത്തരം കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ഇനി വ്യക്തിപരമായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ അത്ര വലിയ വിശ്വാസിയൊന്നുമല്ല. പക്ഷേ ഈ സ്നേഹ നിയമത്തിൻ്റെ പേരിൽ, അതായത് എൻ്റെ കുടുംബം ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനും പോകാറുണ്ട്. പക്ഷേ ഞാൻ ഒരിടത്തും പോയി തൊഴുത് നിൽക്കാറില്ല, എന്നാൽ നിന്ദിക്കാറുമില്ല. പക്ഷേ ഇനി പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്, ഈ ആരാധനാലയത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത്. അതിപ്പോൾ ഭരണസമിതി ആവട്ടെ, അതിനകത്ത് നിൽക്കുന്നവരാവട്ടെ, ഇവന്മാരാണ് ഏറ്റവും അങ്ങേയറ്റം നിന്നയോടെ അതിപ്പോൾ അതിനകത്തുള്ള ഒരു പ്രതിഷ്ഠയാവട്ടെ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ കാര്യമാവട്ടെ, ഇവർക്കാണ് അതിനോട് ഒട്ടും മതിപ്പില്ലാത്തത്. എത്രയോ കിലോമീറ്ററുകൾ താണ്ടി എത്രയോ രൂപ മടക്കിയാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത്, പഴനി പോകുന്നത്, വേളാങ്കണ്ണി പോകുന്നത്, എടത്തോപ്പള്ളി പോകുന്നത്, അല്ലെങ്കിൽ അർത്തുങ്കൽ പോകുന്നത്. ഇതുപോലുള്ള ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഗുരുവായൂരൊക്കെ ചെന്നിട്ട് ഹോട്ടൽ റൂമിൽ അവർ ചോദിക്കുന്ന പൈസയും കൊടുത്തിട്ട് നമ്മൾ താമസിച്ച് രാവിലെ വെളുപ്പിനെ പോയിട്ട് 4 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് കാണാനൊക്കെ പോകുന്നത്. അപ്പോൾ ആ ക്യൂ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ കുറേ കിഴങ്ങന്മാർ നിൽപ്പുണ്ട്. അവന്മാരുടെ കൈ ഈ ചന്ദനവും പൂവും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആദ്യമായിട്ട് വരുന്നവർക്ക് അറിയില്ല അവിടുത്തെ രീതിയായിരിക്കും എന്നുള്ള രീതിയിൽ അവരെല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു പോകുമ്പോൾ ഒരു നുള്ള് ചന്ദനവും 2-3 പൂവായിട്ട് ഇങ്ങനെ തരും. അപ്പം മര്യാദയ്ക്ക് ഒരു മര്യാദയുടെ പേര് ചിലപ്പം കയ്യിലുള്ള ചില്ലറയോ 10 രൂപയോ 20 രൂപയോ 50 രൂപയൊക്കെ അങ്ങോട്ട് കൊടുക്കും. പക്ഷേ അവിടെ നിൽക്കുന്നവന്മാരുടെ എന്തോ അവകാശം പോലെയാണ്. ഇത് ഗുരുവായൂർ ക്ഷേത്രമാണ്, ഇവിടെ ഇങ്ങനെ നക്കാപ്പിച്ചല്ല തരണ്ട എന്ന് ഉറക്കെ പറയുകയാണ്. എന്ന് ഓർത്ത് നോക്കുക, ആയിരക്കണക്കിന് ആളുകൾ പുറകെ ക്യൂ ആയിട്ട് നിൽക്കുമ്പം അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ചെന്ന ഭക്തർ. എൻ്റെ കുടുംബത്തിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. അവർ തിരിച്ചു വന്നിട്ട്, ഞാൻ പോയില്ലായിരുന്നു, ഞാൻ പോയിരുന്ന ഉറപ്പായിട്ട് ചോദിച്ചേനെ, എടാ ഗുരുവായൂരപ്പനെ മൂഞ്ചിച്ച് തിന്നാതെ പോയി വേറെടുത്ത് ജീവിക്കടാ എന്ന് ഞാൻ ചോദിച്ചേനെ. കാരണം നമ്മൾ കാണാൻ പോകുന്ന ഗുരുവായൂരപ്പനെ അല്ല, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ഈ ഷട്ടില്ലാത്ത രൂപവും ബോന്തയും കണ്ടിട്ട് ഇവൻ്റെയൊക്കെ വായിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കില്ല. ഇവൻ ചന്ദ്രൻ തരണമെന്നും പൂ തരണമെന്നും ഒരു നിർബന്ധമില്ല. പോയി കാണുക, പ്രാർത്ഥിക്കുക, തിരിച്ചു പോവുക. പക്ഷേ ഇതുപോലെ കുറേ പിതൃശൂന്യർ അവിടെ മാത്രമല്ല, ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനുമുണ്ട്. ഈ ഹിന്ദിക്കാരായിട്ടുള്ള പാവങ്ങൾ വരും.
അവരവിടെ വരുമ്പം ചുരിദാറോ അല്ലെങ്കിൽ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ അതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല, മുണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പം മുണ്ട് വാടക കൊടുക്കുന്നവരുണ്ട്, വായി തോന്നുന്ന വിലയാണ്. ഓക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ കൊടുത്ത് അകത്ത് ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിനകത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ സാധനം കൊണ്ടുവരും. ഇവർക്ക് ഇത് ഇവിടുത്തെ രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മേടിക്കും. അന്നേരം ഒന്നും ഇവർ കാശ് ചോദിക്കത്തില്ല. ഇത് കറങ്ങി ഇപ്പുറത്ത് വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ പൈസ ചോദിക്കുന്നത്. വായി തോന്നുന്ന കാശൊക്കെയാണ് മേടിക്കുന്നത്. ഒരു തവണ ഇങ്ങനെ അനുഭവം ഉള്ള ഒരാൾക്ക് എന്ത് ഫീലായിരിക്കും കിട്ടുക എന്ന് ഓർത്ത് വെക്കുക. ഒരല്പം അപമാനമൊക്കെ ഉള്ള ആൾക്കാരാണ് പിന്നെ വരത്തില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ ഇത്തരം തരവഴികൾ നടക്കുന്ന സ്ഥലങ്ങളാണ് ചില. ഇത് ഞാൻ ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്. ഇപ്പോൾ അർത്തുങ്കൽ പള്ളിയിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പെരുന്നാളും മറ്റും നടക്കുന്ന സമയത്ത് ഈ ലോകത്ത് ഉള്ള സകലമാന യാചകരും അവിടെ കാണും. അത് തുടങ്ങി അവസാനിക്കും വരെ. ഇതൊരു മാഫിയ കൂട്ടമാണ്, മനസ്സിലായോ? അത് തുടങ്ങുന്ന സമയം തൊട്ട് അവിടെ കാണും, പിന്നെ തീരുമ്പോൾ കാണത്തില്ല. ഒരു ദിവസം തന്നെ ഉണ്ടാക്കുന്ന കാശിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയില്ല. അപ്പം അവിടെയും ഇതുപോലെയും മറ്റ് തരത്തിലുമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പഴനി പോയാൽ തന്നെ അരവണയുടെ കേസിലാവട്ടെ, അല്ലെങ്കിൽ ഈ പഞ്ചാമൃതത്തിൻ്റെ കേസിലാവട്ടെ, ഇതൊന്നും ശരിയായിട്ടുള്ള സാധനമൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടമില്ല, ഒരു സംഘാടക മികവോ അല്ലെങ്കിൽ വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലോ ഒന്നും ഇവിടെ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൗദി പോലുള്ളവരെയൊക്കെ നോക്കണം. ഈ മെക്കയൊക്കെ അവർ ഭക്തി കൊണ്ട് മാത്രമല്ല, അത് അവരുടെ വരുമാന മാർഗ്ഗം കൂടിയായിട്ടാണ് അവർ മാറ്റിയിരിക്കുന്നത്, മനസ്സിലായി. പക്ഷേ അവിടെ ചെല്ലുന്നവർക്ക് മികച്ച സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കി കൊടുക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഇപ്പോൾ കുംഭമേള നടത്തിയതും വളരെ മികച്ച രീതിയിലാണ്. നേരത്തെ ഈ തിരുപ്പതിയെ പറ്റിയും വളരെ മോശമായിട്ടാണ് കേട്ടത്, ഇപ്പോൾ മാറി വരുന്നു എന്ന് പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ ഭക്തിയോടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇല്ലാത്ത പണം മടക്കി ചെന്നിട്ട് ഇവൻ്റെയൊക്കെ വായിരിക്കുന്നതോടെ കേട്ടിട്ട് തിരിച്ചു പോകുന്ന ഒരാളുടെ അനുഭവം അല്ലെങ്കിൽ അവന് കിട്ടിയ അത് മാറണമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക. ഇങ്ങനെയാണോ ഇവരെ സ്വീകരിക്കേണ്ടത്? അപ്പം ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവസ്വം പോലുള്ള തലപ്പത്തുള്ളവന്മാർ, അവിടെ അതിനോട് ചുറ്റും നിൽക്കുന്നവർ, ഈ കിഴങ്ങന്മാർ കാണിക്കുന്നത് കണ്ടിട്ടല്ലേ താഴെയുള്ള ഉണ്ണാക്കന്മാർ ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നത്. ഇപ്പം ഗുരുവായൂർ ക്യൂ നിൽക്കുന്നവൻ ഈ വഴി കണ്ട ഇവന് ഒരു ചന്ദനം കൊടുത്തതിന് അവന് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ 10-20 രൂപ കൊടുക്കുന്നെങ്കിൽ അത് നമ്മുടെ മര്യാദയ്ക്ക് കൊടുക്കുന്നതാണ്. ഇത് കുറഞ്ഞു പോയി, ഇത് ഗുരുവായൂർ ക്ഷേത്രമെന്ന് അറിയില്ല, ഇവിടെ ഈ നക്കാപ്പിറ്റിയാണോ എന്ന് തരേണ്ട എന്ന് ചോദിക്കേണ്ട കാര്യം അവൻ്റെ അപ്പനാണോ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അല്ലല്ലോ. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഇതുപോലുള്ളവന്മാർ എങ്ങനെ ഇതിനകത്ത് വന്നേ? ഇത്തരം ആളുകൾ എല്ലായിടത്തും ഉണ്ട്. ഇവനെയൊക്കെയാണ് ആദ്യം അടിച്ചോടിക്കേണ്ടത്, മനസ്സിലായോ? ഇതൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ ഈ അയ്യപ്പൻ്റെ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ ഈ മോട്ടിക്കുന്ന കാര്യത്തിൽ പോലും ചിന്തിക്കുക പോലും ചെയ്യത്തില്ല. നേരെ ചുവേ എല്ലാം ക്ലിയർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതെങ്ങനെയാണെന്ന് പറ. ആരാധനാലയത്തിൻ്റെ മുന്നിലിരിക്കുന്നവർക്ക് തന്നെ അതിനോട് യാതൊരു മതിപ്പുമില്ല. അവിടെ ഇരിക്കുന്ന മൂർത്തിയെ വിലയില്ല, വകവെക്കുന്നില്ല. അല്പമെങ്കിലും മാനിക്കുന്നവനായിരുന്നെങ്കിൽ, ആ ശക്തിയെ മാനിക്കുന്നവനായിരുന്നെങ്കിൽ അതിനകത്ത് ഈ CCTV വെക്കേണ്ട കാര്യമുണ്ടോ? നേർച്ച എണ്ണുന്ന സ്ഥലത്ത് എല്ലായിടത്തും CCTV വെച്ചിരിക്കുക എന്തിനാ? ഇല്ലെങ്കിൽ ഇവന്മാർ ആസനത്തിൽ വരെ ചുരുട്ടി വെച്ചുകൊണ്ട് പോകും. എങ്ങനെയുണ്ടെന്ന് പറ. അതിനകത്ത് നിൽക്കുന്നവന്മാരെ ഇങ്ങനെയാണ്. കൂടുതൽ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോകും, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.